Okay, so friends, welcome to day 6. നമുക്കപ്പോ ആദ്യത്തെ ഇനീഷ്യൽ റിലാക്സേഷനോട് കൂടി ആരംഭിക്കാം. All of you, please find a comfortable space. വളരെ സ്വസ്ഥമായി സുഖമായി കുറച്ചു നേരം ഇരിക്കാവുന്ന സ്പേസ് കണ്ടെത്തുക. സ്പെക്സ് ഒക്കെ ഒന്ന് മാറ്റി വെക്കുക. സുഖമായി ഇരിക്കുക. Observe your whole body. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ശരീരം അഡ്ജസ്റ്റ് ചെയ്ത് ഏറ്റവും റിലാക്സ്ഡ് സ്റ്റേറ്റിൽ അവനവനെ ഇരുത്തുക. കണ്ണുകൾ വളരെ പതുക്കെ അടച്ച് നമ്മളൊരു ഉറക്കത്തിൽ എന്ന പോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ അടയ്ക്കുന്ന പോലെ ഒരുപാട് ഇറുക്കാതെ സ്വസ്ഥമായി ഉറങ്ങാൻ കിടക്കുമ്പോഴെങ്ങനെയാണോ നമ്മൾ കണ്ണടയ്ക്കാറ് അതേപോലെ വളരെ സോഫ്റ്റ് ആയി കണ്ണുകൾ അടയ്ക്കുക. കൈവിരലുകൾ ക്ലാസ്പ് ചെയ്ത് വെക്കുക. കാലുകൾ ക്രോസ് ചെയ്ത് വെക്കുക. എനർജിയുടെ ഒരു സർക്യൂട്ട് ആയിരിക്കുന്ന അവനവനെ ഒബ്സർവ് ചെയ്യുക. വണ്ടർഫുൾ റിലാക്സേഷൻ. ശരീരത്തിലെ ഓരോ ഭാഗവും സ്വസ്ഥമായിരിക്കുന്നത് അവിടെ ചെന്ന് അറിയുക. കാൽവിരലുകൾ തുടങ്ങി കൊച്ചു കൊച്ചു വിരലുകളെ ഓരോരുത്തരെയായി പോയി കണ്ട് സ്വസ്ഥമായിരിക്കുന്നല്ലോ എന്ന് നോക്കുക. വളരെ സ്നേഹത്തോടെ കാൽപാദങ്ങൾ, കണങ്കാൽ എല്ലാം ഒന്ന് വിസിറ്റ് ചെയ്ത് അറിയുക. സ്വസ്ഥമായാണല്ലോ ഇരിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സ്വസ്ഥമാക്കി വെക്കുക. കാഫ് മസിൽസ് എന്തെങ്കിലും ടൈറ്റ്നസ് അവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഇളക്കി, കാലുകൾ ഒന്ന് ഇളക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്. രണ്ട് മുട്ടുകൾ, വളരെ സ്നേഹത്തോടെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ പാർട്ടുകളെയും കാണുക. രണ്ട് തുടകൾ, നമ്മുടെ ഇരിപ്പിടത്തിൽ അമർന്നിരിക്കുന്ന തുടയുടെ കീഴ്ഭാഗം, ബട്ടക്സ്, ജെനിറ്റൽസ് ആൻഡ് ഹിപ്പ് ഏരിയ, മുകളിലോട്ട് ലോവർ അബ്ഡമൻ, upper abdomen, diaphragm, lower chest, upper chest, shoulders, back, lower back, middle back and upper back up to shoulders. ഷോൾഡറുകളിൽ നിന്ന് കൈകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഓരോ പാർട്സിനെയും പോയി കാണുക. സ്വസ്ഥമായിരിക്കുന്നല്ലോ, സുഖമായിരിക്കുന്നല്ലോ എന്ന് ചോദിച്ചറിയുക. വളരെ സ്നേഹത്തോടെ. അവിടെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് വേണമെങ്കിൽ വരുത്തുക. കൈവിരലുകളുടെ അറ്റം വരെ പോയി ശ്രദ്ധിക്കുക.
തിരിച്ച് ഷോൾഡറുകളിൽ വരാം. 2 ഷോൾഡേഴ്സ്, നെക്ക് ആൻഡ് ത്രോട്ട് ഏരിയ, താടി, കവിളുകൾ, വായ, വായ്ക്കകം, നാക്ക്, പല്ലുകൾ, നാക്കിനെ കീഴ്ഭാഗത്ത് കൊണ്ടുവന്ന് റെസ്റ്റ് ചെയ്യുക. താടിയെല്ലാം ടൈറ്റ് ആയിട്ടാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ അതിനെ റിലാക്സ് ചെയ്ത് വിടുക, വിട്ടുകൊടുക്കുക. മൂക്ക്, കണ്ണുകൾ, പിരികം, പിരികത്തിന് മധ്യഭാഗത്തായി തേർഡ് ഐ സ്പേസ്, നെറ്റി, തലയുടെ മുകൾ ഭാഗം, 2 സൈഡ്സ്, ബാക്ക് സൈഡ്, 2 ചെവികൾ, എല്ലാ ഭാഗവും അറ്റൻഡ് ചെയ്യുക. സ്വസ്ഥമാക്കി വെക്കുക. സുന്ദരമായ സ്വസ്ഥമായ ശരീരത്തിലൂടെ സ്നേഹത്തോടെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. മെല്ലെ ശ്രദ്ധ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവിടെയുള്ള ബഹളങ്ങൾ എന്തെല്ലാമാണെന്ന് അറിയുക. വന്നു പോകുന്ന തോട്ട്സ്, അതോടൊപ്പം ചുറ്റുമുള്ള ബഹളങ്ങളെയും അറിയുക. നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ശബ്ദങ്ങൾ, ഫാൻ കറങ്ങുന്നുണ്ട്, അപ്പുറത്തായി ടിവിയുടെ ശബ്ദം കേൾക്കാം, കുട്ടികളുടെ ശബ്ദങ്ങളുണ്ടെങ്കിൽ, വണ്ടികൾ പോകുന്നതോ, എനി ടൈപ്പ് ഓഫ് സൗണ്ട്, എന്ത് ശബ്ദമായാലും ചുറ്റുമുള്ള ശബ്ദങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക. അതോടൊപ്പം അത് നമ്മുടെ മനസ്സിൽ ചില ഇന്റർപ്രിട്ടേഷൻസ് തരും. ഇത് ഫാനിന്റെ ശബ്ദം, ഇത് ബൈക്കിന്റെ ശബ്ദം. ആ ശബ്ദത്തെ മാത്രം ഓഫ് ചെയ്ത് നമ്മുടെ മനസ്സിൽ വരുന്ന ഇന്റർപ്രിട്ടേഷൻസിനെ മാറ്റിവെച്ച്, അതിന്റെ അവലോകനങ്ങളെ മാറ്റിവെച്ച് പുറത്തുള്ള ശബ്ദത്തിനെ ശബ്ദമായി മാത്രം കേൾക്കുക. മിയർ സൗണ്ട്സ്, ജസ്റ്റ് സൗണ്ട്സ്, ശബ്ദങ്ങൾ. അത് വെറുതെ കേട്ടുകൊണ്ടിരിക്കുക. അതിനെ ഓരോന്നിനെയും മനസ്സ് അവലോകനം ചെയ്യുന്നത് മാറ്റിവെച്ച് ആ ശബ്ദം മാത്രം കേൾക്കുക. വെറുതെ ശബ്ദം. പലതരം ശബ്ദങ്ങൾ. അടുത്തായി, അകലെയായി, കുറച്ച് മുഴക്കത്തിൽ, വളരെ സട്ടിലായി, പല രീതിയിൽ, പല ടോണിൽ, പല പല ശബ്ദങ്ങൾ. എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക.
ആ ശബ്ദങ്ങളെ പറ്റിയോ മറ്റെന്തെങ്കിലുമോ ആയിട്ട് ചിന്തകൾ വന്നാൽ വീണ്ടും ശ്രദ്ധ തിരിച്ച് ശബ്ദങ്ങളിലേക്ക് കൊണ്ടുവരിക. പുറത്ത് നടക്കുന്ന ശബ്ദങ്ങൾ. മെല്ലെ ശ്രദ്ധ മനസ്സിലേക്ക് കൊണ്ടുവരിക. അവിടെയുള്ള ശബ്ദങ്ങൾ എന്തെല്ലാമെന്ന് ശ്രദ്ധിക്കുക. മനസ്സിനകത്തെ ശബ്ദങ്ങൾ. മനസ്സിന്റെ മൂലയിലായി കേട്ടും കേൾക്കാതെയും പറഞ്ഞും പറയാതെയും വച്ചിരിക്കുന്ന ഒരുപാട് ശബ്ദങ്ങൾ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത് കാണുക. ലോഡ് ഓഫ് സൗണ്ട്സ്. അത് എത്രയുണ്ടെന്ന് നോക്കുക. കുറച്ചേ ഉള്ളൂ? ഒരുപാടുണ്ടോ? ഏതൊക്കെ സൈസിൽ എന്തൊക്കെ ഷേപ്പിൽ അതങ്ങനെ കിടക്കുന്നു? അത് ഷേപ്പിലും പാറ്റേൺസിലും അല്ലെങ്കിൽ വേറെ എന്ത് രീതിയിലാണ് അത് അവിടെ കാണപ്പെടുന്നത്? ഇതെല്ലാം ഒന്ന് അറിയുക. നമ്മുടെ മനസ്സിനകം നമ്മളൊന്ന് പരിശോധിക്കുക. പറഞ്ഞു തീർക്കാതെ മുഴുമിക്കാനാവാതെ ഒരുപാട് ശബ്ദങ്ങൾ ആ മനസ്സിൽ, നമ്മുടെ സ്വന്തം മനസ്സിൽ ഒരു സ്പേസിൽ സ്വസ്ഥമായി ഇരിക്കാനുള്ള ഒരിടം കാണുക. അവിടെ സ്വസ്ഥമായി ഇരിക്കുക. അവിടെ അവനവൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊന്ന് ഒബ്സർവ് ചെയ്യുക. കസേരയിലാണോ, തറയിലാണോ? സ്വസ്ഥമായി ഇരുന്ന ശേഷം ആ മനസ്സിൽ നമ്മൾ തന്നെ പറയുക, എനിക്ക് ഓരോരുത്തരോടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതുവരെ പറയാൻ പറ്റാഞ്ഞത്, പറഞ്ഞു മുഴുമിക്കാനാവാഞ്ഞത്, പറയണ്ട എന്ന് കരുതിയത്
പറയാൻ സമയം കിട്ടാതെ പോയത്. And this is the right time to invite each of them to that space. മനസ്സിന്റെ ആ തളത്തിലേക്ക് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാഞ്ഞത് പറയാനായി ഓരോരുത്തരെയായി നമുക്ക് ക്ഷണിച്ചു വരുത്താനുള്ള സ്പേസ്. ആ സമയമാണിത്. അത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം, കൊളീഗ്സ് ആവാം, നെയ്ബേഴ്സ് ആവാം, നമ്മളെ ഡെയിലി ലൈഫിൽ ഇടപെടുന്ന ആരുമാകാം. മരിച്ചു മൺമറഞ്ഞു പോയവരാകാം, വർഷങ്ങളായി കാണാത്തവരാകാം, തല്ലുകൂടി പിരിഞ്ഞു പോയവരാകാം, പല കാരണങ്ങൾ കൊണ്ട് കാണാതിരിക്കുന്നവരുമാകാം. whoever it is, നമ്മൾ മനസ്സിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഐ വോണ്ട് ടു ഫിനിഷ് ദോസ് തിങ്സ് എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ്ലി സ്പോണ്ടേനിയസ്ലി ആദ്യം ആരാണ് കടന്നു വരുന്നതെന്ന് നോക്കുക. ആ തളത്തിലേക്ക് ആരാണോ ആദ്യം കടന്നു വരുന്നത് ആ വ്യക്തിയെ വരാൻ അനുവദിക്കുക. ഡോണ്ട് ചേഞ്ച്. ഒന്നും നമ്മൾ മാറ്റുന്നില്ല. സ്പോണ്ടേനിയസ്ലി ആര് വരുന്നോ അവരെ വെൽക്കം ചെയ്യുക. ആരും വരുന്നില്ല എങ്കിൽ മാത്രം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള ഫ്രണ്ട്സിനെ ആവട്ടെ, ഫാമിലി മെമ്പേഴ്സിനെ ആവട്ടെ, ആരെങ്കിലും ഒരാളെ ഇൻവൈറ്റ് ചെയ്യണം, വിളിച്ചു വരുത്തുക. സീ ദം ദേർ. നിങ്ങളുടെ അടുത്തായി അവരെ കാണുക. അവർ വരുമ്പോൾ തന്നെ അവരുടെ പ്രസൻസിൽ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സെൻസേഷൻ എന്താണെന്ന് ഒബ്സർവ് ചെയ്യുക. എന്താണ് തോന്നുന്നത് ഇമ്മീഡിയറ്റ്ലി അവരെ കാണുമ്പോൾ? അവരുടെ പ്രസൻസിൽ എന്ത് സെൻസേഷൻ ആണ് ശരീരത്തിൽ ഉണ്ടാവുന്നത്? അവരാര് തന്നെ ആയാലും ഇന്ന് നിങ്ങളോട് ഇങ്ങോട്ട് സംസാരിക്കാനല്ല, നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് കേൾക്കാൻ വന്ന് നിൽക്കുകയാണ്. So they are not going to speak to you. You are going to speak to them. So ആ വ്യക്തിയോട് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് പറയുക. നിങ്ങൾക്ക് 1 മിനിറ്റ് ഉണ്ട് ആ വ്യക്തിയുമായി സംസാരിക്കാൻ. ഇതുവരെ പറയാനാവാത്തത് ഏറ്റവും സത്യസന്ധതയോടുകൂടി ആ മുഖത്ത് നോക്കി പറയാൻ. ആ വ്യക്തിയുടെ പ്രസൻസിൽ നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാം ഉണ്ടാകുന്ന, ശരീരത്തിൽ ഉണ്ടാകുന്ന സെൻസേഷൻസ് ശ്രദ്ധിക്കുക. എന്ത് ഇമോഷനാണ് അപ്പോൾ ഉണ്ടാവുന്നതെന്ന് ശ്രദ്ധിക്കുക. അത് ഹാപ്പിനെസ് ആണെങ്കിൽ, സാഡ്നെസ് ആണെങ്കിലും, ആങ്കർ ആണെങ്കിലും അത് എത്ര പെർസെൻറ്റേജിലുണ്ട് എന്നറിയുക. ഏറ്റവും കൂടിയ സ്റ്റേറ്റിലാണോ, വളരെ ലോവർ സ്റ്റേറ്റിലാണോ, അതോ ഇൻ ബിറ്റ്വീൻ ആണോ, ഇടയ്ക്കായിട്ടാണോ? ജസ്റ്റ് ഒബ്സർവ് എവറിത്തിങ്, എവറി മൈന്യൂട്ട് ഡീറ്റെയിൽസ്. One minute for one person. അവിടെ ഉണ്ടാവുന്ന ആ ഇമോഷനെ മുഴുവനായും ശരീരത്തിൽ അനുഭവിക്കുക. അത് ഗ്രീഫ് ആണെങ്കിൽ, സാഡ്നെസ് ആണെങ്കിൽ, കരച്ചിലുണ്ടെങ്കിൽ ആ കണ്ണീർ ഒഴുകാൻ അനുവദിക്കുക. This is the best ever opportunity to talk to that person in the way you want. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ആ വ്യക്തിയോട് സംസാരിക്കാനുള്ള ഏകമാത്രമായ ചാൻസ്.
സോ എവറി സെൻസേഷൻ, എവറി ഇമോഷൻ, ആ ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സെൻസേഷൻ, ഇമോഷന്റെ പെർസെൻറ്റേജ്, എവറിത്തിങ് യു നോ. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്? യു ഹിയർ യുവർ സെൽഫ്. എന്തൊക്കെ വാക്കുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതും കേൾക്കുക. Once you finish, please let that person go. ആ വ്യക്തിയെ പോകാൻ അനുവദിക്കുക. സെക്കൻഡ് പേഴ്സണെ വരാൻ അനുവദിക്കുക. നെക്സ്റ്റ് ആരാണ് വരുന്നതെന്ന് നോക്കുക. ജസ്റ്റ് മനസ്സിൽ ആ ചിന്ത കൊടുക്കുമ്പോൾ തന്നെ ഇനി ആരാണ് വരുന്നത്, എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട്, ഇനി അടുത്തത് ആരാണ് വരുന്നത്. സ്പോണ്ടേനിയസ്ലി നെക്സ്റ്റ് വ്യക്തി ആരാണ് എന്ന് അറിയുക. ആരും സ്പോണ്ടേനിയസ്ലി വരുന്നില്ലെങ്കിൽ മാത്രം മനസ്സുകൊണ്ട് മറ്റൊരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യുക. Can be anybody. ആ വ്യക്തിയുടെ പ്രസൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന സെൻസേഷൻസ് എന്തൊക്കെയാണെന്ന് അറിയുക. എന്ത് ഇമോഷനാണ് ആ വ്യക്തിയോട്, അതതിൻ്റെ എത്ര അളവിലുണ്ട്, ആ സെൻസേഷൻ എൻ്റെ ബോഡി, ആ ഇമോഷൻ എൻ്റെ ബോഡിയിൽ എന്ത് സെൻസേഷൻ ഉണ്ടാക്കുന്നു. ഞാൻ എന്തൊക്കെ വാക്കുകളാണ് പറയുന്നത്, ഏത് മെമ്മറിയാണ് എനിക്ക് ആ വ്യക്തിയുമായി കണക്ട് ചെയ്ത് കിടക്കുന്നത്. അതിൽ എക്സാക്ട്ലി എനിക്ക് എന്താണ് ഫീൽ ചെയ്തത്. Am I being loved? Am I being insulted? Whatever that is, അതിന്റെ പ്യുവർ ഓണസ്റ്റിയിൽ അത് കാണുക. ഒന്നിനെയും നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല, ഒന്നിനെയും മാറ്റിമറിക്കുന്നില്ല. ജസ്റ്റ് ആസ് ഇറ്റ് അപ്പിയേഴ്സ്, എങ്ങനെ കടന്നു വരുന്നോ അങ്ങനെ. വാക്കുകൾ പറയാനുള്ള അത്രയും ശക്തിയിൽ തന്നെ പറയുക. If you have finished with that person, let's invite the third person. നമുക്ക് 7 വ്യക്തികളെ വരെ ഇന്ന് സംസാരിക്കാനുള്ള ചാൻസ് ഉണ്ട്. So this is our third person. And see who is coming in. ആരാണ് കടന്നു വരുന്നതെന്ന് നോക്കുക. ആ വ്യക്തിയുടെ പ്രസൻസിൽ തന്നെ നമ്മുടെ ശരീരത്തിലും ഒക്കെ ഉണ്ടാവുന്ന സെൻസേഷൻസ് എന്താണെന്ന് ഒബ്സർവ് ചെയ്യുക. അവിടെ എന്താണ് പറയാനുള്ളതെന്ന് അറിയുക. എന്ത് ഇമോഷനാണ് അവിടെ എന്നറിയുക, അതിന്റെ പെർസെൻറ്റേജ് അറിയുക, അത് ശരീരത്തിൽ കൊണ്ടുവരുന്ന സെൻസേഷൻസ് അറിയുക. ഏറ്റവും സത്യസന്ധമായി നമുക്ക് പറയാനുള്ളത്, അതിൻ്റെ ആ ഇമോഷണൽ പീക്കിൽ നമുക്ക് സംസാരിക്കാനുള്ള വളരെ നല്ല ഒരു ചാൻസ് ആണിത്.
അവനവൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അവനവൻ തന്നെ കേൾക്കുക. ഞാൻ എന്തെല്ലാമാണ് പറയുന്നത്. Once again, if you have done with that person, let the next person, fourth person come in. നാലാമത്തെ വ്യക്തിയെ വരുവാൻ അനുവദിക്കുക. സെയിം പ്രൊസീജിയർ. ആ വ്യക്തി വരുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന സെൻസേഷൻസ്, നമുക്ക് ഉയർന്നു വരുന്ന ഇമോഷൻ, നമുക്ക് പറയാനുള്ള വാക്കുകൾ, ഇമോഷൻസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് അവിടെ ഉണ്ടാകുന്നത്, അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഫീലിങ്സ്, everything. Once you have done with that person, നമ്മുടെ അഞ്ചാമത്തെ പേഴ്സണെ ഇൻവൈറ്റ് ചെയ്യുക. ഇതിനിടയിൽ ആരെങ്കിലും വരാതിരിക്കുന്ന സ്പേസ് ഉണ്ടെങ്കിലും അടുത്ത ആളെ ഇൻവൈറ്റ് ചെയ്യേണ്ട സമയം കൃത്യമായി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുക. സ്പോണ്ടേനിയസ്ലി ആരാണ് കടന്നു വരുന്നതെന്ന് നോക്കുക. അങ്ങനെ ആരും വന്നില്ല എങ്കിൽ നമ്മളൊരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യുക. ആൻഡ് ടോക്ക് ടു ദം, ടോക്ക് ടു ദാറ്റ് പേഴ്സൺ. അവിടെ നമ്മൾ പറഞ്ഞു തീർക്കാത്ത എന്താണ് നമുക്ക് പറഞ്ഞ് ഫിനിഷ് ചെയ്യാനുള്ളത്? വാട്ട് ഈസ് ഇൻകംപ്ലീറ്റ് വിത്ത് ദം? എന്തെങ്കിലും അവരെ അറിയിക്കാനായിരിക്കും, റിമൈൻഡ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാനുള്ളതായിരിക്കാം, അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം, തെറ്റിദ്ധാരണകളായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ്സ് എ സ്പേസ് ടു കംപ്ലീറ്റ്, ഫിനിഷ് ഇറ്റ്. അവിടെയുള്ള സത്യസന്ധമായി നമുക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് എന്താണ്, ഇമോഷൻസ് എന്താണ്, സെൻസേഷൻസ് എന്താണ് അറിയുക. അതെത്ര അളവിൽ നമ്മളിലുണ്ട് അതറിയുക. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അതറിയുക. Once you have done with that person, അഞ്ചാമത്തെ പേഴ്സണെ നമ്മൾ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ആറാമത്തെ പേഴ്സണെ ഇൻവൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഒരു പേഴ്സണെ കൂടി ചാൻസ് ഉള്ളൂ. സോ ഇൻവൈറ്റ് സിക്സ്ത് പേഴ്സൺ. ആ വ്യക്തിയെ കാണുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് എന്ത് മെമ്മറിയാണ് വരുന്നത്, എന്ത് ഇമോഷനാണ് നമുക്ക് ക്രിയേറ്റ് ആവുന്നത്, എന്ത് സെൻസേഷൻ ആണ് ശരീരത്തിൽ ഉണ്ടാകുന്നത്? ദാറ്റ് പേഴ്സൺ കംസ് സ്പോണ്ടേനിയസ്ലി, ലെറ്റ് ഇറ്റ് ഹാപ്പൻ. സ്പോണ്ടേനിയസ്ലി വരുന്നില്ലെങ്കിൽ മാത്രം മനസ്സുകൊണ്ട് ഒരു വ്യക്തിയെ അവിടെ കൊണ്ടുവരിക. ആൻഡ്
എന്താണോ നമുക്ക് ഇൻകംപ്ലീറ്റ് ആയ ആ വ്യക്തിയുമായുള്ളത്, ആ ബിസിനസ് അവിടെ ഫിനിഷ് ചെയ്യുക. They are there ready to hear you. അതുകൊണ്ട് തന്നെ യാതൊരു മടിയുമില്ലാതെ, വിതൗട്ട് എനി ഹെസിറ്റേഷൻ, ജസ്റ്റ് സേ whatever you left unsaid. പറയാതെ വിട്ടുകളഞ്ഞതെല്ലാം പറഞ്ഞു തീർക്കുക. മനസ്സിലെ ആ ശബ്ദങ്ങൾ പറഞ്ഞു തീർക്കുക, വാക്കുകളായി, വാചകങ്ങളായി. എന്തെല്ലാമാണ് നമ്മൾ പറയുന്നത് എന്ന് മാത്രം ശ്രദ്ധിക്കുക. അതിന്റെ സെൻസേഷൻസ് അറിയുക, ഇമോഷൻ അറിയുക, എവറിത്തിങ്, എവറി മൈന്യൂട്ട് ഡീറ്റെയിൽ. അടുത്തതായി നമ്മുടെ ലാസ്റ്റ് പേഴ്സൺ, 7th പേഴ്സൺ. ആ 7th പേഴ്സണെ ഇൻവൈറ്റ് ചെയ്യുക. സ്പോണ്ടേനിയസ്ലി വരുന്നത് ആരാണെന്ന് അറിയുക. നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയെ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു കൂട്ടമായിട്ട് മറ്റു വ്യക്തികളെയും കൂടെ കാണുന്നുവെങ്കിൽ അവരെ ഒരുമിച്ച് വരാൻ അനുവദിക്കുക. ആരൊക്കെയാണ് എന്നറിയുക. അവരുടെ പ്രസൻസിൽ നമ്മുടെ ഉള്ളിൽ, ശരീരത്തിനകത്തും ശരീരത്തിലുമായി സംഭവിക്കുന്ന സെൻസേഷൻസ് എന്താണെന്ന് അറിയുക. എന്ത് ഇമോഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയുക. അത് എത്ര അളവിലുണ്ടെന്ന് അറിയുക. ഇവരോട് ഓരോരുത്തരോടും നമ്മൾ എന്താണ് പറയുന്നത്, നമ്മുടെ വാക്കുകൾ എന്താണ്, അതറിയുക. എവറിത്തിങ്. അൺഫിനിഷ്ഡ് ആയി കിടക്കുന്ന ആ ബിസിനസ് അവിടെ ഫിനിഷ് ചെയ്യുക. ആ വ്യക്തിയെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ, ആ വ്യക്തികളെ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ അവരെയും പോകാൻ അനുവദിക്കുക. ആൻഡ് മനസ്സിലെ ആ സ്പേസ്, ആ തളം മുഴുവനായി ഒബ്സർവ് ചെയ്യുക. ഇപ്പോൾ ആ കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗത്ത് ഇനി എത്ര മിച്ചമുണ്ട്? ഇനി എന്തെങ്കിലും ശബ്ദങ്ങൾ എൻ്റെ മനസ്സിൽ ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഉച്ചത്തിൽ അലറിക്കൊണ്ട് എന്തെല്ലാം പറയാൻ നമുക്ക് മിച്ചമുണ്ടോ അത് അവിടെ ഉറക്കെ പറയുക. നമ്മുടേതായ ഭാഷയിൽ തൊണ്ട തുറന്ന് ആ സ്പേസിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ തന്നെ കേൾക്കുക. എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്? എന്താണ് നമ്മുടെ ശരീരത്തിലെ സെൻസേഷൻ? എന്താണ് ആ ഇമോഷൻസ്? Give yourself enough time to finish off the incomplete task. ഉറക്കെ അവിടെ നിന്ന് വിളിച്ചു പറയുക.
മഴ പെയ്യുന്ന പോലെ, കോരിച്ചൊരിയുന്ന പോലെ, ഇടിവെട്ടി പെയ്യുന്ന പോലെ, ഏറ്റവും ശബ്ദമാനമായ നമ്മുടെ മനസ്സ് ആ ശബ്ദങ്ങളെ മുഴുവനായി അവിടെ ശബ്ദം നൽകി പ്രസൻസ് കൊടുക്കുക. മനസ്സിന് തൃപ്തിയാകുന്നത് വരെ. വൺസ് യു ഹാവ് ഡൺ, ആ സ്വസ്ഥതയിൽ, ആ സൈലൻസിൽ, ആ നിശബ്ദതയിൽ അവിടെ സ്വസ്ഥമായി ഒരിടത്തിരിക്കുക. ആ നിശബ്ദതയെ പൂർണ്ണമായും അവനവനിലേക്ക് ഉൾക്കൊള്ളുക. ഓരോ സെല്ലുകളിലും, ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലും ആ സൈലൻസ് നിറയുന്നത് അറിയുക. അതിന്റെ സ്വസ്ഥത അറിയുക. ആ നിശ്ചലതയിൽ ഇരിക്കുക. ജസ്റ്റ് ബി വിത്ത് യുവർ ബ്രെത്ത്. അകത്തേക്കും പുറത്തേക്കുമായി ഒഴുകുന്ന ശ്വാസത്തിനെ മാത്രം ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് ഒഴുകുന്നു, ശ്വാസം പുറത്തേക്ക് ഒഴുകുന്നു. അത് മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുന്ന സ്വസ്ഥത, നിശബ്ദത, ശൂന്യത, ആ എംപ്റ്റി സ്പേസിൽ, ശൂന്യമായ സ്പേസിൽ അത് ആസ്വദിച്ചിരിക്കുക, അതറിഞ്ഞിരിക്കുക. അതിന്റെ ആഴങ്ങളിലേക്ക് കടക്കുക. With each breath, you are going deeper and deeper into the depths of this silence, depths of this emptiness. Mahashunyasthiti. Deeper, deeper and deeper. കടന്നു വരുന്ന ചിന്തകളെ പോകാൻ അനുവദിച്ച് ആ നിശബ്ദതയുടെ, നിശ്ചലതയുടെ സ്വസ്ഥതയിൽ അങ്ങനെ ഇരിക്കുക. ആസ്വദിച്ച്, അറിഞ്ഞ്. വണ്ടർഫുൾ.
നിശബ്ദതയുടെ ഏറ്റവും സൂക്ഷ്മമായ കണത്തിലേക്ക് മെല്ലെ ആഴ്ന്നിറങ്ങുക. അകത്തേക്കും പുറത്തേക്കുമായി ഒഴുകുന്ന ഓരോ ശ്വാസത്തിനോടൊപ്പവും അതിന്റെ ആഴങ്ങളിലേക്ക്. ഏറ്റവും മഹത്തായ ആ സ്പേസിൽ മെല്ലെ ശ്രദ്ധ തേർഡ് ഐ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഭ്രൂമധ്യം, രണ്ട് പിരികങ്ങളുടെ ഇടയിലായുള്ള സ്പേസ്. ശ്രദ്ധ മുഴുവനായും ഭ്രൂമധ്യത്തിൽ നൽകുക. ശ്രദ്ധ ഭ്രൂമധ്യത്തിലെത്തുമ്പോൾ നമ്മുടെ എനർജി എക്സ്പാൻഡ് ചെയ്യുന്നതായും വികസിച്ച് വികസിച്ച് വളരുന്നതായും അറിയുക. ആ വികാസത്തോടൊപ്പം യാത്ര ചെയ്തു നോക്കുക. ഇറ്റ്സ് ഫൺ. അവനവനെ അനുവദിക്കുക. ഊർജത്തിന്റെ ആ വികാസത്തോടൊപ്പം, എനർജിയുടെ എക്സ്പാൻഷനോടൊപ്പം ഒന്ന് യാത്ര ചെയ്യാൻ. അപ്പോഴുണ്ടാവുന്ന സെൻസേഷൻസിനെ, അനുഭവങ്ങളെ അറിയുക, അത് ആസ്വദിക്കുക. എപ്പോഴെല്ലാം ചിന്തകൾ കടന്നു വരുന്നുണ്ടോ അതിനെ പോകാനും അനുവദിക്കുക. തിരിച്ച് ശ്രദ്ധ ശ്വാസത്തിലൂടെ തേർഡ് ഐ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. ഓരോ ശ്വാസം കടന്നു വരുമ്പോഴും പോകുമ്പോഴും ആ ഭാഗത്ത് വികാസം കൊള്ളുന്ന എനർജിയോടൊപ്പം യാത്ര ചെയ്യുക. അത് ആസ്വദിക്കുക. ജസ്റ്റ് ബി ദേർ. അവിടെയുള്ള എല്ലാ അനുഭവങ്ങളെയും അറിയുക, എല്ലാ സെൻസേഷൻസും അറിയുക. Wow, beautiful. മെല്ലെ ശ്രദ്ധ ശരീരത്തിലേക്ക് കൊണ്ടുവരിക. ശരീരത്തിലുള്ള സെൻസേഷൻസ് അറിയുക. അവിടെയുള്ള എനർജി എക്സ്പാൻഷൻ അറിയുക. തല മുതൽ കാല് വരെ ശരീരത്തിലുണ്ടാവുന്ന എല്ലാ സെൻസേഷൻസിനെയും, എല്ലാ അനുഭവങ്ങളെയും അറിഞ്ഞ് ആസ്വദിച്ചിരിക്കുക.
നമ്മുടെ തല മുതൽ കാല് വരെ ധ്യാനം ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ നമ്മൾ തന്നെ. നമ്മുടെ ഓരോ കോശങ്ങളും നമ്മൾ തന്നെയാണ്. അതങ്ങനെ ധ്യാനം ചെയ്തിരിക്കുന്നു. ലക്ഷക്കണക്കിന് കൊച്ചു കൊച്ചു നമ്മൾ ഓരോരുത്തരും. അവിടെ ഓരോ കോശങ്ങളിലും ആ എനർജി എക്സ്പാൻഡ് ചെയ്യുന്നത്, അതെല്ലാം അറിയുക. അതിന്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് കടക്കുക. വണ്ടർഫുൾ ഫ്രണ്ട്സ്. തല മുതൽ കാല് വരെ, കാല് മുതൽ തല വരെ മുഴുവനായി ഒബ്സർവ് ചെയ്യുക. മെല്ലെ ശ്രദ്ധ ഹാർട്ട് സ്പേസിലേക്ക് കൊണ്ടുവരിക. നമ്മുടെ നെഞ്ചകം, ഹൃദയ ആകാശം, അവിടെയുള്ള എക്സ്പാൻഷൻ അറിയുക. അവിടെ നിറഞ്ഞു നിൽക്കുന്ന സ്വസ്ഥത, എക്സ്പാൻഷൻ, വികാസം. ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്. അകത്തേക്ക് ഒഴുകി പുറത്തേക്ക് ഒഴുകുന്ന നമ്മുടെ ശ്വാസത്തിനെ നന്ദിയോടെ കാണുക, സ്നേഹത്തോടെ കാണുക. അത് നമ്മുടെ ഹാർട്ട് സ്പേസിൽ ഉണ്ടാക്കുന്ന വികാസം അറിയുക, അത് ആസ്വദിക്കുക. ഏറ്റവും സ്നേഹത്തോടെ ഇരിക്കുക. മെല്ലെ ശ്രദ്ധ നമ്മുടെ ചുറ്റുമുള്ള ശബ്ദങ്ങളിലേക്ക് നൽകുക. ഇപ്പോൾ പുറത്ത് എന്തെല്ലാം ശബ്ദങ്ങൾ. വെറുതെ കേട്ടുകൊണ്ടിരിക്കുക, ഒട്ടും അവലോകനം ചെയ്യാതെ, ഒന്നിനെ അറിയാൻ ശ്രമിക്കാതെ. ശബ്ദങ്ങൾ മാത്രം, പലതരം ശബ്ദങ്ങൾ, പല ടോണിൽ, ദൂരെയായി അടുത്തായി. അതറിഞ്ഞ് മാത്രം ഇരിക്കുക. മെല്ലെ കൈവിരലുകൾ, കാൽവിരലുകളെല്ലാം അനക്കി
കൈകാലുകൾ സ്ട്രെച്ച് ചെയ്ത് കണ്ണ് തുറക്കാതെ തന്നെ കൈകൾ പരസ്പരം കൂട്ടിത്തിരുമ്മി അതിന്റെ ചൂട് കണ്ണിന് നൽകുക. എന്നിട്ട് നിങ്ങളുടെ ഏറ്റവും സുന്ദരമായ ചിരിയോടുകൂടി കണ്ണു തുറക്കുക. എല്ലാവർക്കും ആ മെഡിറ്റേഷനിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു. ഇന്ന് ജയ പറഞ്ഞിട്ടുണ്ട്, യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഞാൻ എന്നും സുന്ദരിയല്ലേ? സോ ആരെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വില്ലിംഗ് ആണോ? എനിബഡി? ആദ്യ ചാൻസ് പുതിയ ആൾക്കാർക്ക്, അത് കഴിഞ്ഞ് നമ്മുടെ പഴയ ഫ്രണ്ട്സിനും ആകാം. ആൻഡ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്നെ കേൾക്കാമല്ലോ അല്ലേ? യെസ്. ഞാൻ എല്ലാവരോടുമായിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഹലോ. മിലൻ. ഹലോ. കേൾക്കാം കേൾക്കാം. മിലൻ മാമിന് കേൾക്കാമോ? കേൾക്കാം. ഹലോ. കേൾക്കാം മിലൻ, കേൾക്കാം. എന്റെ മാമിന്റെ അടുത്ത് ഞാനൊന്ന് സംസാരിച്ചിട്ട് എനിക്ക് ആ ഒരു ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം തോന്നിയിരുന്നല്ലോ. അപ്പൊ മാം ഒന്ന് ഷോൾഡറിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഞാൻ മോർണിംഗിൽ തുടങ്ങി എനിക്ക് തോന്നി അതിനേക്കാൾ നല്ല ഈ അബ്ഡോമനിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അബ്ഡോമൻ ഭാഗത്ത്. മാമിന് കേൾക്കാലോ അല്ലെ? അപ്പൊ വളരെ ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അതിങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ അതങ്ങനെ പ്രാക്ടീസ് ചെയ്തു. ഇന്ന് എനിക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഒരു റിലാക്സേഷൻ കിട്ടി. ആൻഡ് ഈവൻ ടിയേഴ്സ് റോളിംഗ് ഡൗൺ മൈ ചീക്സ് ആൻഡ് ഐ കുഡ് വിഷ്വലൈസ് ആൻഡ് so that was a wonderful experience for me. ഓക്കെ, വണ്ടർഫുൾ. അതേപോലെ നമ്മൾ നമ്മുടെ ബോഡിയിൽ എക്സ്പെരിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഏത് ഭാഗത്ത് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവന്നാലാണോ നമുക്ക് നല്ലത്, ആ ഭാഗത്ത് കൊണ്ടുപോകാം. ഇപ്പൊ നമ്മൾ ചെയ്ത ഈ മെഡിറ്റേഷനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് ആരെങ്കിലും ഷെയർ ചെയ്യുന്നോ? എല്ലാം അവിടെ പറഞ്ഞു തീർത്തോ? ഇവിടെ പറയാനൊന്നും മിച്ചമില്ലേ? യെസ് സർ. നന്ദകുമാർ സർ പറയൂ. 7 പേരുടെ ഓരോരുത്തർ വരുന്നതിന് പകരം എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് വരണമാതിരി തോന്നി. ഒരാളോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ആൾ മാറി വേറൊരാൾ വരുന്നു. അപ്പൊ അയാളോട് പറയുന്ന കാര്യം മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ മറ്റയാളാ മുന്നിലിരിക്കുന്നത്. ഇനിയിപ്പോ അയാള് ആകെ കൂടി ഒരു കൺഫ്യൂഷൻ. 7 പേരും മാഡം രണ്ടാമത്തെ ആളെന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ആളാണ് മുന്നിലിരിക്കുന്നത്. അങ്ങനെ ഒരു ചെറിയ കൺഫ്യൂഷൻ. ആദ്യത്തെ ആളോട് മുഴുവൻ പറയാൻ സാധിക്കുന്നില്ല. അയാളോട് ഒരു മിനിറ്റ് സംസാരിക്കണ്ടേ. 1/2 മിനിറ്റ് ആയപ്പോഴേക്കും എന്റെ മുന്നിലിരിക്കുന്നത് രണ്ടാമത് വരേണ്ട ആളാണ്. അത് ഇന്നലെയൊക്കെ എനിക്ക് ഒരു വെബ് മീറ്റിംഗിൽ കുറച്ച് ബഹളങ്ങൾ എല്ലാവരും കൂടി ഒച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കില്ല, അതേമാതിരി ഒരു ഫീലിംഗ് ഇപ്പോഴും വന്നു മനസ്സിൽ. എല്ലാവരും കിടന്ന് ഒച്ചെടുക്കുക. ഒരാളോടല്ല, മറ്റൊരാൾ ഇയാളോട്, ഇയാൾ അയാളോട്. അപ്പൊ ഞാനത് നോക്കി നിൽക്കുമ്പോ അതിന്റെ ഒരു എഫക്റ്റ് ആണോ ഇന്ന് വന്നതെന്നറിയില്ല. ഒരാളോട് ഒരു മിനിറ്റ് മുഴുവൻ സംസാരിക്കാൻ സാധിക്കില്ല. അപ്പോഴേക്കും രണ്ടാമത്തെ ആൾ കയറി വരും. അയാളോട് വേറൊരു പോയിന്റ് പറയുമ്പോഴേക്കും ഇയാളോട് പറയണ പോയിന്റ് അവിടെ കൂടി ചെറിയ കൺഫ്യൂഷൻ. പിന്നെ എങ്ങനെയൊക്കെയോ 7 പേരെയും വരുത്തി പറഞ്ഞ് അയച്ചു. ആ സമയം നമ്മുടെ ബോഡിയിലെ സെൻസേഷൻസ് എന്തൊക്കെയായിരുന്നു? ഓരോ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരോട് ഒരാളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. വേറൊരാളോടൊരു കമ്പാഷൻ, സഹതാപം, വേറൊരാളോടൊരു ലവ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്രയ്ക്ക് ഒരു മൈൽഡായിട്ടൊക്കെ അതൊക്കെ ഇങ്ങനെ അതും കൂടി ആ സെൻസേഷൻ കൂടി മിക്സ് ആയിട്ട് വരുന്നു. ഒരാളോട് സ്നേഹത്തോട് പറയുമ്പോൾ മറ്റേയാളോട് ദേഷ്യത്തിലുള്ള ഭാവം ഇയാളോട് എടുക്കുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോഴേക്കും ഞാൻ പെട്ടെന്ന് ഇയാളോടല്ലോ ദേഷ്യം പറയണം, ആദ്യം ആളോടല്ലേ. അങ്ങനെ ഒരു ചെറിയ കൺഫ്യൂഷൻ ആയിട്ട്
ആ 7 പേര് എങ്ങനെയൊക്കെയോ തീർന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ആക്ച്വലി നമ്മുടെ പറയും ഒരു വെബ് മീറ്റിംഗില് ഞങ്ങൾ ചില പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ എല്ലാവരും ഓരോരുത്തരും ഒരാൾ കേൾക്കണതിന് മുമ്പ് ഒച്ചെടുക്കും, അയാളോട് ഒരാൾ സംസാരിക്കും, ആകെപ്പാടെ ഒരു ബഹളം ഉണ്ടാവുമല്ലോ. ഇതിന്റെ ഒരു എഫക്റ്റ് ആണോ ഇന്ന് വന്നതെന്ന് എനിക്കറിയില്ല. ഏകദേശം ഇന്ന് വന്നതെല്ലാം ഇന്ന് മത്സരം ഇന്നലെ മീറ്റിങ്ങിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് ഓരോരുത്തരായിട്ട് എനിക്ക് ഒരു ഇത് കിട്ടിയില്ല. കുഴപ്പമില്ല, പോയി, എല്ലാവരും വന്നു പോയി, 7 പേരും. പിന്നീടായിരുന്നു ആൾക്കാർ, മാഡം ഏഴായതുകൊണ്ട് പോയി, എത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ വീണ്ടും നാളെ ഈ ഇതിന്റെ റെക്കോർഡിംഗ് കേട്ടിട്ട് ഇത് ചെയ്യണം. എന്നിട്ട് യു ടേക്ക് ദ വോയിസ്. അതായത് ഒരാൾ പോകുമ്പോൾ അയാളോട് പറയുക, യു സ്റ്റോപ്പ് ദയർ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ചിലയിടത്ത് എന്നുവെച്ചാൽ നമ്മൾ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസിൽ കിടക്കുന്ന ഒരുപാട് ബിലീഫ്സ്, നമ്മുടെ കണ്ടീഷനിങ്, നമ്മൾ ഡിസിപ്ലിൻ എന്ന് കരുതി നമ്മളിൽ മാറ്റിവെച്ചിട്ടുള്ള ചില എനർജീസ്, ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ഈ പറഞ്ഞ സബ് കോൺഷ്യസിൽ നിന്ന് നമ്മൾ മെമ്മറീസിനെ ട്രീറ്റ് ചെയ്യുന്ന സമയം പുറത്തു വരാം. അപ്പൊ ആക്ച്വലി ഒരാൾ പോയി, സാറ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പോയി വേറൊരാളെ കാണുന്നതെങ്കിൽ സാറ് രണ്ടാമത്തെ ആളോട് പറയാ, യു സിറ്റ് ഹിയർ, ഐ വാണ്ട് ടു ഫിനിഷ് ദ ഫസ്റ്റ് വൺ. യു ടേക്ക് ദ വോയിസ്, യു ബി ലൗഡർ. എനിക്ക് തോന്നുന്നു സാറിന് ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്? ഓക്കെ. അപ്പൊ എന്നിട്ട് നമ്മളിൽ ഉറപ്പുവരുത്തണം. ഞാൻ ആദ്യം ഒരാളോട് സംസാരിക്കാം. കാരണം ഇപ്പൊ നമുക്ക് ഈ വെബിനാറിലെ പോലെ നമ്മുടെ ഒരു ഓൺ സ്പേസിൽ ചെയ്യുമ്പോൾ നമുക്ക് ടൈം ലിമിറ്റ് ഇല്ല. സോ നമ്മുടേതായ ടൈം എടുത്ത് നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാം. ഐ വാണ്ട് ഓൾ ഓഫ് യു ടു ഡു ദിസ് റെഗുലർലി അറ്റ്ലീസ്റ്റ് ഫോർ 7 days. ഇത് നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ ഒരുപാട് പേഴ്സണാലിറ്റീസ് കിടപ്പുണ്ട്. ഇപ്പൊ നമ്മളിലെ ഒരു ആങ്കർ പേഴ്സണാലിറ്റി, നമ്മളിലെ ഒരു സാഡ് പേഴ്സണാലിറ്റി, ഒരു വിക്ടിം പേഴ്സണാലിറ്റി, അങ്ങനെ ഒരുപാട് പേഴ്സണാലിറ്റീസ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ബാക്കിൽ ഒരു ഇൻകംപ്ലീറ്റ് ബിസിനസ് കാണും. ഇതിനോടാണ് നമ്മൾ അറിയാതെ നമ്മൾ എപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ ഈ ഇൻകംപ്ലീറ്റ് ബിസിനസ്സിനോടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. സോ നമ്മൾ ഓരോ തവണയും ചിലപ്പോൾ പല സമയത്ത് പല ആൾക്കാർ വരുമായിരിക്കും. ആദ്യം വന്ന ആൾക്കാരായിരിക്കില്ല പിന്നെ വരിക. ഓക്കെ, ആരാണോ സ്പോണ്ടേനിയസ്ലി വരുന്നത് അവരെ വിളിച്ചു വരുത്തുക. ഇനി നമ്മൾ ഈ പ്രോസസ്സിന് ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, നമുക്ക് അവിടെ ദേഷ്യം വന്നു അല്ലെങ്കിൽ സങ്കടം വന്നു, നമ്മൾ വായ സിപ്പ് മൂടി നമ്മൾ ഇങ്ങ് പോന്നു, വേണ്ട ഒന്നും പറയണ്ട എന്ന് കരുതി വന്നു, അത് നമ്മൾ ഇവിടെ ഫിനിഷ് ചെയ്യണം. ബ്രിങ് ദം, ആ എനർജി സ്പേസിൽ അവരെ കൊണ്ടുവന്നിട്ട് യു സേ യുവർ വേർഡ്സ്. അത് നമ്മൾ എന്തൊക്കെ പറയുന്നു എന്ന് നമ്മൾ തന്നെ കേൾക്കുക. എന്റെ ഉള്ളിൽ എന്തൊക്കെ വാചകങ്ങളുണ്ട്, വാക്കുകളുണ്ട്, എന്തൊക്കെ ഇമോഷൻ ഉണ്ട്, അത് എന്നിൽ തന്നെ എന്തൊക്കെ സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇത് നമ്മൾ അറിയണം. വേദനാനുപാസന, knowing the sensations within us. This is a meditation. വിപാസന എന്നറിയപ്പെടുന്ന മെഡിറ്റേഷൻ ആണ് knowing the sensations. അവിടെ ഒരു ബ്രത്തിനെ ഒബ്സർവ് ചെയ്തിരിക്കുമ്പോൾ ബ്രത്ത് വരുന്നു, വരുന്നത് അറിയുന്നു, അതുണ്ടാക്കുന്ന സെൻസേഷൻസ്, പുറത്തു പോകുന്നു അതിന്റെ സെൻസേഷൻസ്. ഇത് ശരിക്ക് എല്ലാ ഇമോഷൻസിനെയും അതിനകത്ത് പറയുന്ന, എനിക്ക് വളരെ ഈയിടെ ഞാൻ രസകരമായി കേട്ട ഒരു മെഡിറ്റേഷൻ ആണ്. യോഗി മിങ്ക്യൂർ റിംപോച്ചെ എന്ന് പറഞ്ഞിട്ട് ഒരു ബുദ്ധിസ്റ്റ് മോങ്കിന്റെ, അദ്ദേഹം ഒരു വലിയ മാസ്റ്ററാണ്, ഒരുപാട് ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. ആ മാസ്റ്റർ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അച്ഛൻ അദ്ദേഹത്തിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത്, ലെറ്റ് യുവർ ബോഡി ഓൺ ദ കുഷ്യൻ, ലെറ്റ് യുവർ മൈൻഡ് ഇൻ ദ ബോഡി. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ നമ്മുടെ മനസ്സ് നമ്മുടെ ബോഡിക്കകത്തുണ്ടോ? ഇറ്റ് ഈസ് ഓൾവേസ് ഔട്ട്, അല്ലേ? പുറത്തെ ലോകത്താണ്, ഏതൊക്കെയോ വേറെ ഇൻസ്റ്റൻസിലാണ്, വേറെ ആൾക്കാരോട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ ബോഡിക്ക് അകത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് ഒബ്സർവ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ടോ? എന്തൊക്കെ സെൻസേഷൻസ് ഉണ്ടാവുന്നുണ്ട്, ഞാൻ എന്താണ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എന്റെ ഉള്ളിലെ തോട്ട്സ് എന്താണ്? ലെറ്റ് യുവർ മൈൻഡ് ബി ഇൻ യുവർ ബോഡി, ലെറ്റ് യുവർ ബോഡി ഓൺ ദ കുഷ്യൻ, ലെറ്റ് യുവർ മൈൻഡ് ബി ഇൻ ദ ബോഡി. എനിക്കത് ഭയങ്കര
ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തോന്നി. ആ അച്ഛൻ ആ കുഞ്ഞിന് ആ കുട്ടിപ്രായത്തിൽ പറഞ്ഞു കൊടുത്ത അദ്ദേഹം റിംബോച്ചയാണ്. ഇപ്പോ നമുക്ക് റിംബോച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ അക്കോസോട്ടോ എന്ന് വിളിക്കുന്ന മൊട്ട തലേനെ നമുക്ക് ഓർമ്മ വരിക. ഇദ്ദേഹം ഒരു റിംബോച്ചയാണ്. അദ്ദേഹം വളരെ രസകരമായിട്ടാണ് മെഡിറ്റേഷൻസ് ഒക്കെ എടുക്കുന്നത്. എന്റെ അമ്മാവിന്റെ ഒരു ചായലിലുണ്ട് എനിക്ക് കുറെ കൂടെ ഇഷ്ടവും കൂടെ തോന്നി. അപ്പൊ ആ വ്യക്തിയുടെ ആ ഒരു ഇതാണ് എനിക്ക് ഈ സെൻസേഷൻസ്, അത് ഇന്നിപ്പോ ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് അതുമായി വളരെ കോറിലേറ്റഡ് ആണ്. ആൻഡ് ഇത് ഐ വാണ്ട് ഓൾ ഓഫ് യു ടു ഡു ഫോർ 7 days. അതൊരു ഹോംവർക്ക് പോലെയാണ്. ഇതിന്റെ റെക്കോർഡിംഗ് കേട്ട് ചെയ്യാം. വൺസ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ നമ്മുടേതായ സമയം എടുത്ത് നമുക്ക് നമ്മുടേതായ സ്പേസിൽ അത് എക്സ്പ്ലോർ ചെയ്യാം. എപ്പോഴൊക്കെയാണ് സമയം കിട്ടുന്നത് ആ സമയം നമ്മൾ കുറച്ച് സമയം കൂടുതൽ ഓരോരുത്തർക്കും ഇത്തിരി സമയം കൊടുത്ത് ചെയ്യാം. അപ്പൊ സാറ് പറഞ്ഞ പോലെ പലരും കയറി ബഹളം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ വരില്ല. ഇതില് ആക്ച്വലി ഈ സിറ്റുവേഷൻസിലും പുറത്തേക്ക് വരുന്നത് നമ്മുടെ പല കണ്ടീഷനിങ്ങിനെയും നമ്മളെ ഡിസിപ്ലിൻ ചെയ്ത് ഒതുക്കി ഒരുപാട് നമ്മളെ ഒരു ബോക്സിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇത് പലപ്പോഴും പുറത്തേക്ക് വരാം. കാരണം ചില ആൾക്കാരെ കാണുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ഹോൾ ബോഡി റിജിഡായി സ്റ്റിഫായി നമുക്ക് വാക്കുകൾ വരാതിരിക്കാം. അത് നമ്മുടെ കുട്ടിക്കാലത്തെ ചില കണ്ടീഷനിങ്ങിന്റെ ആയിരിക്കാം. നമ്മൾ ഒരുപാട് തല്ലിയിട്ടുള്ള ആളായിരിക്കാം, നമുക്ക് പേടിയുള്ള ആളായിരിക്കാം. ആ വ്യക്തി കയറി വരുമ്പോൾ നമ്മൾ നമ്മുടെ സെൻസേഷനെ ശ്രദ്ധിച്ചാൽ വി ആർ അഡൾട്ട്സ് നൗ അല്ലെ. പക്ഷെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ആ 3 വയസ്സുകാരി അല്ലെങ്കിൽ ആ 3 വയസ്സുകാരനാവും, പേടിക്കും, സ്റ്റിഫാവും. വി ജസ്റ്റ് കാൻ സ്പീക്ക് ടു ദാറ്റ് പേഴ്സൺ. അതിനാണ് നമ്മൾ ആ സെൻസേഷൻസ് അറിയുന്നത്. ദെൻ വി സ്പീക്ക്. നമ്മളോട് തന്നെ പറയാം നൗ യു സ്പീക്ക്. ഇനി എന്താണ് പറയാനുള്ളത് നമ്മളെ റിമൈൻഡ് ചെയ്യാം. ഐ ആം ആൻ അഡൾട്ട് നൗ. ഇപ്പോൾ എനിക്ക് എന്ത് പറയാനുണ്ട്, എക്സാക്ട്ലി എന്താണ് എന്റെ ഫീലിംഗ് ടുവേർഡ്സ് ദാറ്റ് പേഴ്സൺ. സ്പീക്ക് ഔട്ട്. ഇത് ഒരുപാട് ക്ലാരിറ്റി തരും നമ്മുടെ ഉള്ളില്. ഒരുപാട് ഒച്ചയും ബഹളവും നമ്മുടെ ഉള്ളിലുള്ളത് താനെ നിർത്തും. അതിന് വേറൊരു പ്രോസസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു സാറിന്റെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത് ജിബ്രിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിറ്റേഷൻ ഉണ്ട്. അത് വളരെ ഫേമസ് ആണ്. ജിബ്രിഷ് എന്ന് പറഞ്ഞാൽ മീനിങ്ലെസ് സൗണ്ട്സ് ആണ്. ജസ്റ്റ് റോ വോയിസസ്. നമ്മൾ അതിന് യാതൊരു മീനിങ് കൊടുക്കാതെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ശബ്ദത്തിനെ നമ്മൾ പല സൗണ്ട്സ് ഇട്ട് നമ്മൾ അതിനെ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാം. അത് നമുക്ക് നമ്മുടേതായ ഒരു ഭാഷ ഉണ്ടാക്കാം. അതിന് നമ്മുടേതായ താളം കൊടുത്ത് നമ്മുടേതായ ചില ട്യൂണൊക്കെ കൊടുത്ത് നമുക്ക് പറയാം. അതെങ്ങനെ വേണമെങ്കിലും പറയാം. ഇപ്പൊ ഞാൻ അതിന് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ see no meaning but I say I express lot of my emotions, lot of my things there. പക്ഷെ എന്റെ ഉള്ളില് അതായത് ഈ ആക്ച്വലി നമ്മുടെ ഉള്ളിലെ ഈ വാക്കുകളല്ല, അതിനകത്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന നമ്മുടെ ഇമോഷൻസ്, നമ്മൾ ഉറഞ്ഞു പോയ നമ്മുടെ സെൽസിനകത്ത് ഉറഞ്ഞു പോയ സെൻസേഷൻ ആണ് നമ്മളെ എപ്പോഴും പുഷ് ചെയ്യുന്നത്. സോ വി ജസ്റ്റ് റിലീസ് ഇറ്റ് ത്രൂ വേർഡ്സ്. അതിന് മീനിങ് വേണമെന്നില്ല, ശബ്ദം മതി. സോ യു ക്യാൻ യൂസ് ദാറ്റ് ടു. വീട്ടിലെ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആരും ഇല്ല എന്നൊക്കെ ഉറപ്പാക്കിയിട്ട് ഇനി ആരുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ലെങ്കിൽ അങ്ങനെ നമ്മുടേതായ ഒരു സ്പേസിൽ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കുക. ഓപ്പൺ യുവർ ത്രോട്ട്, ഫുൾ ത്രോട്ടിൽ. That is gibberish. Okay, so you please do this meditation for 7 days. ഓരോ ദിവസവും അതിന്റെ എക്സ്പീരിയൻസ് എനിക്ക് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കാണണം. ടു എവ്രി വൺ കേട്ടോ. റെഗുലറായി ഒരു 10-20 പേര് അതിനകത്ത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ബാക്കി ഇപ്പൊ നമ്മൾ എത്ര പേരുണ്ട് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവില്ല. ബാക്കി ഏകദേശം ഞാൻ നേരത്തെ കണ്ടപ്പോൾ ഏകദേശം ഒരു 90 അടുപ്പിച്ച് നമ്മൾ ആൾക്കാരുണ്ട്. ബാക്കി ഇത്രയും പേര് 70 പേരും ശബ്ദമില്ലാതിരിക്കുകയാണ്. I want to listen to their voice, not gibberish, meaningful words in WhatsApp. അപ്പൊ അതുകൊണ്ട് let's do that. ഇന്നിതാ 8:15 ആയിട്ടുള്ളൂ. നമ്മളൊരു വലിയ മെഡിറ്റേഷൻ ഇന്ന് ചെയ്തു. നമുക്ക് ബാക്കി മുട്ട കാര്യങ്ങളൊക്കെ നാളെ പറയാം അല്ലേ? ഓക്കെ. സോ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറയാൻ വന്നത് അതാണ്. 7:10 നമ്മൾ ഇന്ന് 7:10 വരെ എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ അതിനുശേഷം ഒക്കെ ക്ലാസ്സിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എന്താ പറയാ, നമുക്ക് വെയിറ്റ് ചെയ്യാനും പറ്റില്ല. നിങ്ങൾക്ക് ഒരുപാട് ഭാഗങ്ങൾ ഇതിൽ നഷ്ടമായി പോകും. ആക്ച്വലി ഇതിന് ഞാനൊരു പ്രത്യേക ചിട്ടയൊന്നും കൊടുത്തിട്ടില്ല. ആസ് ഇറ്റ് ഫ്ലോസ് നമ്മൾ ഇവിടെ സംസാരിച്ചു പോവാണ്. ചിലപ്പോൾ ഇമ്മീഡിയറ്റ്ലി നിങ്ങളെ റിലാക്സ് ചെയ്യുന്ന സമയം ആ മെഡിറ്റേഷന്റെ ബാക്കി ഭാഗം എന്നിലൂടെ ഒഴുകിയാൽ ഐ ജസ്റ്റ് അലോ ഇറ്റ്. അപ്പോൾ ചിലപ്പോൾ യു മിസ് ദ മെഡിറ്റേഷൻ.
അല്ലെങ്കിൽ ആദ്യം സംസാരിക്കാനാണെന്ന് തോന്നുന്നതെങ്കിൽ അത് അങ്ങനെ പോകും. സോ ഇത്രയും വൈകിയൊക്കെ വരല്ലേ. നേരത്തെ നമ്മൾ 7 തൊട്ട് 8 വരെ എന്ന് പറഞ്ഞാൽ ആ സമയം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യൂ. അതൊന്ന് കീപ്പ് അപ്പ് ചെയ്യൂ. അത് നമ്മുടെ ഒരു സെൽഫ് ഡിസിപ്ലിന്റെ ഭാഗമാണ്. ആ ഒരു ടൈമിലേക്ക് എത്തുക കേട്ടോ. മാം ടൈം ഉണ്ടോ മാം? എനിക്ക് സംസാരിക്കാൻ ടൈം ഉണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് 8:15 അങ്ങോട്ട് സമയത്ത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ നന്ദകുമാർ എന്റെ ഏട്ടനാണ് സംസാരിച്ച്. ഹലോ, കേൾക്കുന്നുണ്ടോ മാം? കേക്കുണ്ട്. ഓക്കെ. അപ്പോ ഏട്ടൻ പറഞ്ഞ ഈ മീറ്റിംഗ് ഞങ്ങളുടെ ഒരു ഫാമിലി മീറ്റിംഗ് ആയിരുന്നു. ഭയങ്കര കശുവിശ അടിപിടിയൊക്കെ ആയി. അപ്പൊ ഇന്നലത്തെ മെഡിറ്റേഷനും പോണ്ടിലുള്ള അതൊക്കെ ഞാനിങ്ങനെ ഷെയർ ചെയ്യാൻ. ഇറ്റ് വാസ് സോ ഗുഡ്, എന്ന് പറഞ്ഞാൽ സോ ഗുഡ്. ഐ വാസ് ഫീലിംഗ് ഹൈ എനർജിയോടുകൂടി ആണ് ഇരുന്നിരുന്നത്. പക്ഷെ ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം പോയി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേയുടെ അപ്പുറത്തും പോയി. എല്ലാ എനർജി ഇതുവരെ അക്യൂമുലേറ്റ് ചെയ്തൊക്കെ പോയി. പിന്നെ രാത്രി ഇവൻ ഉറങ്ങാൻ പറ്റിയില്ല. ആക്ച്വലി രാവിലെ മെഡിറ്റേഷൻ ചെയ്യണം എന്നേ തോന്നിയില്ല, അത്രയും ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ഞാൻ കുറച്ച് നീരയുടെ മെഡിറ്റേഷൻ ക്ലാസ് ഒക്കെ തൊട്ട് ഞാൻ റെഗുലർലി രാവിലെയും വൈകുന്നേരം മെഡിറ്റേഷൻ ചെയ്യണതാണ്. ബട്ട് ഇന്നലെ എനിക്ക് ഇരിക്കാനേ തോന്നിയില്ല. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ലേറ്റ് ആയതൊന്നുമല്ല, എണീക്കാൻ ലേറ്റ് ആയിട്ടും കൂടി ഇല്ല. ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട് ടു, ബിക്കോസ് ആൻഡ് മൈ മൈൻഡ് ഇസ് ലൈക്ക് ഈ പറഞ്ഞ മാതിരി ഫുൾ പ്രശ്നങ്ങള്. അപ്പൊ ഇന്ന് മാമിന്റെ മെഡിറ്റേഷനില് ഈ 7 ആൾക്കാരെ വിളിക്കാൻ പറഞ്ഞപ്പോ ഏട്ടൻ പറഞ്ഞ മാതിരി ഇങ്ങനെ ആദ്യം ആ മീറ്റിംഗിലുള്ള 1, 2, 3 ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് അഗെയിൻ ഐ വാസ് വെരി പ്രഷറൈസ്ഡ്. It was not a good feeling. Even if I am saying whatever inside my mind, it is not going. So I wanted some peace in my mind. So I started calling my husband and my daughter for comfort. അവരൊക്കെ എന്റെ സപ്പോർട്ടാണ്. അപ്പൊ എനിക്ക് അവര് വരുമ്പോ ഒരു ലവ് ആൻഡ് സപ്പോർട്ട് ആൻഡ് കമ്പാഷനേറ്റ് ഫീലിംഗ് വേണം തോന്നി. എന്താ വെച്ചാൽ ദാറ്റ് ഫസ്റ്റ് 2-3 people were not giving me any kind of this thing. Even though I told whatever I want, but it was not finished. Like Etan said, it is not finished. Ma'am, രണ്ടാമത്തെ ആളെ വിളിക്കുന്ന പറയുമ്പോൾ ഒരാളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. That I have to do it again and again. ആൻഡ് അത് കഴിഞ്ഞപ്പോ അതും പോരാന്ന് തോന്നിയിട്ട് ലാസ്റ്റ് ഞാൻ എന്റെ അച്ഛനെയും അമ്മയും വിളിച്ചു. അച്ഛനും അമ്മയും ദേ ആർ നോ മോർ, ബട്ട് ദേ ആർ ആക്ച്വലി പ്യുവർ ലവ്, അൺകണ്ടീഷണൽ ലവ് ആയിട്ടാണ് എന്റെ ഉള്ളിലിരിക്കുന്നത് ഇപ്പൊ. സോ അമ്മയെ വിളിച്ചു, അൺകണ്ടീഷണൽ ലവ് ചോദിച്ചു അമ്മോട്. അച്ഛനെ വിളിച്ചിട്ട് സപ്പോർട്ടും ചോദിച്ചു. അത് രണ്ടും കഴിഞ്ഞപ്പോ ഇറ്റ് വാസ് എ ഡാർക്ക് ഹെവി ഒരു റോക്ക് ഇങ്ങനെ ഇരിക്കണമായിരുന്നു എന്റെ ഹാർട്ടിൽ തുടങ്ങുമ്പോ. മാം പറഞ്ഞില്ലേ എന്ത് ഷേപ്പിലാ കാണണേന്നൊക്കെ. അപ്പൊ ഞാൻ അതിൽ ഇത്തിരി സ്ഥലം ഉണ്ടാക്കി ഇരുന്നു, കുറച്ചൊക്കെ ഇങ്ങോട്ടൊക്കെ നീക്കി. വെച്ചാൽ അത്ര വലിയൊരു കല്ലായിരുന്നു ഉള്ളില്. സോ അപ്പൊ ഈ 7 പേരെയും വിളിച്ച കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഹാർട്ടിലിരുന്ന് നോക്കിയപ്പോ ദാറ്റ് കല്ല് പോയി. കല്ല് ഇസ് നോട്ട് ദെയർ എനിമോർ. ഇറ്റ് വാസ് വെരി ലൈറ്റ്. ഇറ്റ് വാസ് ഓൾ ഗോൺ. ബട്ട് മാം പറഞ്ഞ മാതിരി എല്ലാവരെയും വിളിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. ധൈര്യം എന്നുള്ളതല്ല, ഇറ്റ് വാസ് സോ മച്ച് ഓഫ് പ്രഷർ. അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ നമുക്ക് എന്താ പറയാ ആന്റഗോണിസം ഇങ്ങനെ നമുക്കിങ്ങനെ ദേഷ്യത്തില് പറയാൻ അറിയും. മാം പറഞ്ഞ മാതിരി നമ്മുടെ ഉള്ളിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ നമുക്ക് ദേഷ്യം എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെപ്പോഴും നന്നായിട്ടിരിക്കണം എന്നൊക്കെ ഉള്ള ഒരു ഇതല്ല. അപ്പൊ ആ ഒരു ആരും കാണാണ്ട് ഉള്ളിലിരുന്നും കൊണ്ടാണെങ്കിലും കൂടി ഇറ്റ് വാസ് സ്റ്റിൽ ഡിഫിക്കൽട്ട് ഫോർ മീ. സോ മാം പറഞ്ഞ മാതിരി ഐ എം പ്ലാനിങ് ടു കണ്ടിന്യൂ എവറി ഡേ ലൈക്ക് ദിസ്. വെരി so grateful to you. ഈ മെഡിറ്റേഷൻ ഞങ്ങൾക്ക് വേണ്ടി, എനിക്കും ഏട്ടനൊക്കെ വേണ്ടിയിട്ടാണ് മാം ഇന്ന് പറഞ്ഞതെന്നും കൂടി തോന്നുന്നു എനിക്ക്. ദിസ് ഇസ് വാട്ട് വി റിയലി നീഡഡ് ആക്ച്വലി. സോ താങ്ക് യു സോ മച്ച്. ആക്ച്വലി ഇതേപോലെ ഓരോ ഇൻസ്റ്റൻസും നമ്മുടെ സെൽസിൽ ഇങ്ങനെ ഫ്രോസൺ ആയിട്ട് കിടക്കും, നമ്മൾ അറിയില്ല. ആൻഡ് വി മൂവ് ഓൺ. ആക്ച്വലി അതെടുത്ത് ക്ലിയർ ചെയ്താൽ തന്നെ പലപ്പോഴും
എന്താ പറയാ, നമ്മളുടെ ഇപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു പൊങ്ങി പോകുന്ന സമയത്ത് നമ്മൾ താഴോട്ട് പുളിയുന്ന പല കാര്യങ്ങൾ. ഇപ്പൊ സുവർണ മാം പറഞ്ഞ ഒരു പോയിന്റ് വളരെ ഇതാണ്, നമ്മൾ ഒരുപാട് ഡിസ്റ്റർബ് ആകുമ്പോൾ ആക്ച്വലി ഡിസ്റ്റർബൻസിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് മെഡിറ്റേഷൻ ഹെൽപ്ഫുൾ ആവും, പക്ഷെ മെഡിറ്റേഷനിൽ ഇരിക്കാൻ നമുക്ക് തോന്നില്ല. അത്രയും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അതിനകത്തുണ്ടാവും. അപ്പോൾ കുറേശ്ശെ അതിനെ കണ്ട് നമ്മൾ ഡെയിലി വെച്ച് ക്ലിയർ ചെയ്യുക. നമുക്ക് ഒരു ദിവസം ഒരാളോട് സംസാരിച്ച് തീർക്കാനേ സമയമുള്ളെങ്കിൽ അയാളെ ഇരുത്തി പറഞ്ഞ് ഫിനിഷ് ചെയ്ത് വിടുക. സോ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മളും അവരും തമ്മിൽ അതല്ലാതെ പറയാതെ ഈ കാര്യങ്ങൾ ഇട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കെട്ടുപാടുണ്ട്. നമ്മൾ അറിയാതെ നമ്മൾ ഒരു ത്രെഡ് അയാളുമായിട്ട് കണക്റ്റഡ് ആണ്. ഇത് നമ്മൾ എപ്പോഴും പോണിടത്തൊക്കെ കൊണ്ടു നടക്കും. ഇത് നമ്മൾ ഫിനിഷ് ചെയ്യുക, ഫിനിഷ് ഓഫ് ദ ബിസിനസ് വിത്ത് ദാറ്റ് പേഴ്സൺ. അയാളെ അയാളുടെ വഴിക്ക് വിടുക, നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക. ഇതാണ് ഇത്തരം കാര്യങ്ങളുടെ അതിന്റെ ഉള്ളിലെ ഏറ്റവും എനർജി ലെവലിൽ കിടക്കുന്ന പർപ്പസ്. നമ്മൾ നമ്മളെ ഫിനിഷ് ചെയ്ത് ബിസിനസ് ഫിനിഷ് ചെയ്ത് നമ്മളെ ആ അറ്റാച്ച്മെന്റിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തെടുത്ത് റിലീസ് ചെയ്യലാണ് ആക്ച്വലി. അത് നല്ല കാര്യങ്ങളാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലും. ഇപ്പൊ നമുക്ക് ചിലപ്പോ നമ്മുടെ മരിച്ചുപോയ പാരന്റ്സ്, മരിച്ചുപോയവർക്കൊക്കെ ആണെങ്കിൽ അവരോട് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് പറയാൻ പറ്റിക്കാണില്ല. ആക്ച്വലി ആ പറയാൻ പറ്റാതെ കിടക്കുന്ന ഒരു കാര്യം, നിങ്ങൾ എനിക്ക് എന്തായിരുന്നു എന്ന് പറയാൻ പറ്റാതെ കിടക്കുന്ന കാര്യം അവരെ ഓർക്കുമ്പോ നമ്മുടെ കണ്ണിൽ കണ്ണീരായിട്ട് വരും, നമ്മുടെ ഉള്ളിൽ ഹെവിനെസ് ആയിട്ട് നിറയും. ഇത് ആക്ച്വലി അവരെയും ഫ്രീ ആയിട്ട് വിടില്ല, നമ്മളും ഫ്രീ ആവില്ല. ദിസ് ഇസ് നോട്ട് ഗുഡ് ഫോർ ബോത്ത് ഓഫ് us. ഒരു റിലേഷനും അത് നന്നല്ല. അത് നമ്മുടെ ജീവിതത്തിലെ വില്ലന്മാരാണെങ്കിൽ ശരി, നമ്മുടെ ജീവിതത്തിലെ ഹീറോസിനാണെങ്കിൽ ശരി, നല്ലതും ചീത്തയും ഒരുപോലെ ഒരു കെട്ട് പിണഞ്ഞു കിടക്കും. കെട്ടുപാടുകളൊക്കെ വിട്ടേക്കുക, നമുക്ക് എന്നിട്ട് സ്നേഹമായിട്ട് സംസാരിക്കാം. ഇതിന്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ഇത് നമ്മൾ മെല്ലെ മെല്ലെ ഷെഡ് ഓഫ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ ചുറ്റുമുള്ള ആൾക്കാരോട് നമുക്ക് അപ്പപ്പോ പറയേണ്ടത് നമുക്ക് വളരെ സൗമ്യമായി പറയാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇതും കൂടെ അതിലേക്ക് അക്യുമുലേറ്റ് ചെയ്യും ഓരോ തവണയും. കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾ വാ തുറന്നാൽ നമ്മൾ കരയും, വായ തുറന്നാൽ നമ്മൾ ദേഷ്യപ്പെടും. സോ നമ്മൾ എന്ത് പ്രിഫർ ചെയ്യും? പൂട്ടി വെച്ചേക്കാം, വെറുതെ വേണ്ട. അപ്പൊ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട മാനേഴ്സിൽ നമുക്ക് പറയാം. നമുക്ക് ചിന്തിക്കാനുള്ള ഗ്യാപ്പ് കിട്ടും, ബ്രീത്ത് ചെയ്യാനുള്ള സ്പേസ് കിട്ടും. മറ്റത് എല്ലാം നിറഞ്ഞ് 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 സഫക്കേഷനാണ്. സോ ലെറ്റ്സ് ഹാവ് സം സ്പേസ്, റിലീസ് ദീസ് പീപ്പിൾ. അവരവരുടെ വഴിക്ക് ജീവിക്കട്ടെ, നമുക്ക് നമ്മുടെ വഴിക്ക് ജീവിക്കാലോ. അപ്പൊ നമുക്ക് എങ്ങനെയാണോ ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതേപോലെ നമുക്ക് മറ്റേ വ്യക്തിയോട് പറയാനും സാധിക്കും. നമ്മൾ അമിഗ്ദാലയൊക്കെ വിട്ട് പ്രീ ഫ്രണ്ടലിലേക്ക് വരാൻ തുടങ്ങും. നമ്മൾ ബീറ്റ ബ്രെയിൻ വേവിൽ നിന്ന് മെല്ലെ ആൽഫയിലും തീറ്റയിലും ഒക്കെ എത്താൻ തുടങ്ങും. മറ്റേത് എല്ലാം കൂടെ നമ്മളിങ്ങനെ ഇറുക്കി പിടിച്ചു വെച്ചിരിക്കുകയല്ലേ. ഇയാൾ വിടുമ്പോ നമ്മൾ അയാൾ വലിക്കും, അയാൾ വിടുമ്പോ ഇയാൾ വലിക്കും. ഇനി അവരൊക്കെ പോകാന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരെയും കൂടെ പിടിച്ചു വലിക്കും. So this is how we release all those things. നമുക്ക് എനർജി ലെവലിൽ ചെയ്യാം. അവരെ വിളിച്ചു വരുത്തി ചീത്ത വിളിക്കണ്ടല്ലോ. പക്ഷെ നമുക്ക് സത്യസന്ധമായി ഓണസ്റ്റായി, ആക്ച്വലി അത് അവരെ കേൾപ്പിക്കാനല്ല, ഓണസ്റ്റായി എനിക്ക് എന്താണ് പറയാനുള്ളതെന്ന് എനിക്കറിയാനാണ്. കാരണം വൺസ് വി ആർ ക്ലോസ്, നമ്മൾ പോലും നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്നില്ല എനിക്ക് എന്താ പറയാനുള്ളതെന്ന്. എനിക്കെന്താ പറയാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ സമാധാനമായി. ഞാൻ ആരാണെന്ന് എനിക്കറിയില്ലെങ്കിൽ താൻ പറയേണ്ടി വരും. ആ അവസ്ഥയാണ് നമ്മൾ ഓരോരുത്തരും കിടക്കണത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആരാണെന്ന് ഞാനൊന്ന് എന്നോട് ചോദിക്കുന്ന ഒരു അവസ്ഥയാണത്. എന്റെ ഉള്ളിൽ എന്താണ്, ഞാൻ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എനിക്ക് എന്താ പറയാനുള്ളത്, എന്റെ എക്സാക്ട് ഓണസ്റ്റ് ഇമോഷൻ എന്താണ്, അത് എന്റെ ശരീരത്തിൽ കൊണ്ടുവരുന്ന വൈബ്രേഷൻ എന്താണ്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. പ്ലീസ് ഡു ഇറ്റ് ഫോർ 7 days. ഓക്കെ ഫ്രണ്ട്സ്? എന്നിട്ട് ഓരോ ദിവസവും അതിന്റെ എക്സ്പീരിയൻസ് എഴുതൂ. ഐ വാണ്ട് ഓൾ ഓഫ് യു, നിയർലി 90 ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, എല്ലാവരും ഇത് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് വാട്സാപ്പിൽ ഷെയർ ചെയ്യണം. അത് കഴിവതും ആ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്യണം. അതിന് മടിയുള്ളവർ മെല്ലെ മെല്ലെ അതിലേക്ക് എൻട്രി ചെയ്യാൻ ശ്രമിക്കണം. പുതിയ പുതിയ ഹാബിറ്റ്സ് ഓപ്പൺ ചെയ്യുക. സോ അത് നമ്മുടെ ഉള്ളിലെ പുതിയ റിലംസ് ഓപ്പൺ ചെയ്യും, നമ്മളെ അടുത്തടുത്ത ലെയറിലേക്ക് കൊണ്ടുപോകും. അതിനുള്ള ചാൻസസ് ആണ് ഇതെല്ലാം. സോ യൂസ് ഇറ്റ്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തേക്ക് പിരിയാം. ബൈ. Thank you, ma'am. Okay, thank you, ma'am. Good night. Thank you, ma'am. Good night. Good night. Bye.